സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. 2000 വർഷം മുമ്പ് തെളിവുള്ള ഒരു പ്രഭാതത്തിൽ ഗലീലി തടാകക്കരയ്ക്ക് സമീപത്തെ ചെറുമേട്ടിൽ നിന്ന്, ആശീർവാദഗിരിയിൽ നിന്ന് ഉയർന്നു കേട്ട ദൈവിക വാഗ്ദാനങ്ങളിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു: സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. ആ വാഗ്ദാനം നൽകിയ യേശു ക്രിസ്തു ഇപ്പോൾ വീണ്ടും ചരിത്രത്തിൽ ഇടപെടുകയാണ്. തൻ്റെ വികാരി ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇറാഖിലേക്ക് അയച്ചുകൊണ്ട് വിസ്മയകരമായ വിധത്തിൽ ഇറാഖിൻ്റെ മണ്ണിൽ കാലുകുത്തിയ ആദ്യത്തെ മാർപ്പാപ്പയുടെ വാക്കുകൾ നാം ഇങ്ങനെ കേട്ടു: തീവ്രവാദികളും ഭീകരരും ചെയ്ത അനീതികളും അതിക്രമങ്ങളും പൊറുക്കുക, അവരുടെ ക്രൂരത പൊറുക്കുക, എല്ലാം പൊറുത്ത് നഷ്ടമായതെല്ലാം പുനർനിർമ്മിക്കാൻ പ്രത്യാശയോടെ യത്നിക്കാം. സഹോദര ഹത്യയേക്കാൾ ദൃഢതരമാണ് സഹോദര സ്നേഹം. ISIS തീവ്രവാദികളും ഭീകരരും ചേർന്ന് കൊന്നും കൊലവിളിച്ചും തകർത്തും ചവിട്ടിത്തേച്ച വടക്കൻ ഇറാഖിലെ നൊമ്പരം വാർക്കുന്ന ക്രൈസ്തവ ഹൃദയങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ കേട്ട് ആശ്വാസം കൊണ്ടെന്ന് നാം അറിയുന്നു. 21ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ വിസ്മയവും അത്ഭുതവുമല്ലേ ഇത്? അടിച്ചമർത്തലും ഇസ്ലാമിക തീവ്രവാദികളുടെ ക്രൂര പീഡനവും ഉന്മൂലന ശ്രമവും നിമിത്തം 2 പതിറ്റാണ്ടിനിടെ 14.5 ലക്ഷം പേരിൽ നിന്ന് 2 ലക്ഷമായി ചുരുങ്ങിയതാണ് അവിടുത്തെ ക്രൈസ്തവ സമൂഹം. പ്രതീക്ഷിക്കാൻ വാളോ മരണമോ കൊടും പീഡനമോ മാത്രം മുന്നിലുണ്ടായിരുന്ന അവരോട് പൊറുക്കലിനെ കുറിച്ച് പറയാൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വികാരിക്കല്ലാതെ മറ്റാർക്കു കഴിയും? ഉള്ളിലുള്ള ദൈവാരൂപിയിലല്ലാതെ എങ്ങനെ അതിന് ധൈര്യം വരും? ദൈവാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും വിളംബരം ചെയ്യുന്ന ഈ വാക്കുകൾ ഉച്ചരിക്കാൻ കോലാഹലത്തിൻ്റെ ആത്മാവിനെ നിശ്ചയമായും കഴിയില്ല. മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ ശാന്തമായി ഉൾക്കൊള്ളാൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മക്കൾക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയുമില്ല. ആ ക്രൈസ്തവരും ഒരു തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമുള്ളവരായിരുന്നു. വിശ്വാസം അഥവാ ലോകത്തിൻ്റെ സുരക്ഷിതത്വം, ഇവയിലൊന്ന് തെരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്നവർ. ഒരു വശത്ത് ഈശോയോടുള്ള ബന്ധവും അത് നിമിത്തമുള്ള പീഡനവും പാലായനവും മരണഭീഷണിയും, മറുവശത്ത് വിശ്വാസം കൈവെടിഞ്ഞ് സുരക്ഷിതത്വം നേടാനുള്ള പ്രേരണയും സാധ്യതയും. ആ ജനം വലിയ വിജ്ഞരോ താർക്കികരോ ആയിരുന്നില്ല. അവകാശവാദങ്ങളോ ആധ്യാത്മിക പൊങ്ങച്ചങ്ങളോ ഉള്ളവരായിരുന്നില്ല. അവർ സാധാരണക്കാരായിരുന്നു. പ്രതിസന്ധികളിലും തിരുസഭയോടൊത്ത് ജീവിച്ചവർ. തീരുമാനത്തിൽ അവർ പകച്ചു നിന്നില്ല, പതറിയില്ല. സാധിച്ച അനേകർ പീഡകരിൽ നിന്ന് പലായനം ചെയ്തു. നിരവധി പേർ വാളിനെ കഴുത്തുകൊണ്ട് നേരിട്ടു. തോക്കിനെ ഹൃദയം കൊണ്ടും വെടിയുണ്ടയെ നെഞ്ചുകൊണ്ടും എതിരേറ്റു. മൊസൂളിലും ഇർബിലിലും ഗരാക്കോഷിലും അവശേഷിച്ചത് ദീനചിത്രം. ബോംബും തീജ്വാലകളും തകർത്ത ദേവാലയങ്ങൾ, വാളും കത്തിയും തോക്കും ഹനിച്ച ജീവനുകൾ, ചവിട്ടിയരക്കപ്പെട്ട ജീവിതങ്ങൾ, പിളർക്കപ്പെട്ടതും വേദന വാർന്നൊഴുകുന്നതുമായ അന്തരംഗങ്ങൾ. ഈ ഭൂമികയിലേക്ക് കടന്നു ചെന്ന് അവരുടെ വേദനകൾ മുഴുവൻ മാർപ്പാപ്പ മനസ്സിലാക്കി. എല്ലാം നേരിട്ട് കേട്ടതിനു ശേഷം ക്രിസ്തുവിൻ്റെ പ്രതിനിധി പറഞ്ഞു: പൊറുക്കുക, പ്രത്യാശയോടെ പുനർനിർമ്മിക്കാൻ യത്നിക്കുക. മുഖ്യ പുരോഹിതന്റെ നാവ് പറഞ്ഞതിനെ ആരും എതിർത്തില്ല. എല്ലാവരും സാന്ത്വനം അറിഞ്ഞതുപോലെ അവരുടെ ഹൃദയങ്ങളെ സ്വസ്ഥമാക്കുന്നവൻ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞതുപോലെ. പരിശുദ്ധാത്മ ഫലങ്ങളുടെ ശക്തിയും മഹത്വവും ഞെരിക്കപ്പെട്ട ആ സമൂഹത്തിൻ്റെ ശാന്തതയിലൂടെ ലോകമറിഞ്ഞു. ആദ്യമായി ഒരു മാർപ്പാപ്പ ഇറാഖ് സന്ദർശിച്ചു എന്ന ചരിത്ര പ്രാധാന്യത്തിനു മേലെ ഒന്ന് സംഭവിച്ചു. ആ സന്ദർശനത്താൽ ഈശോ മിശിഹ അവിടുത്തെ ക്രൈസ്തവ ജനതയുടെ ഹൃദയങ്ങളെ തലോടി എന്നത്. മാർപ്പാപ്പ ഇറാഖിലേക്ക് വരുന്നതിനെതിരെ ഉന്മൂലനത്തിൻ്റെ ഭീഷണി മുഴക്കിയവർ എവിടെയെന്ന് അറിയാതായിരിക്കുന്നു. ആ ഭീഷണിയുടെ തരംഗം പടർന്ന അന്തരീക്ഷത്തിൽ തന്നെ ഫ്രാൻസിസ് പാപ്പ തുറന്ന സ്റ്റേഡിയത്തിൽ ദിവ്യബലി അർപ്പണം നടത്തി. അപ്പോൾ ആ വിശ്വാസികളുടെ ഹൃദയം മന്ത്രിച്ചിരിക്കാം: ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരു നമുക്ക് എതിരു നിൽക്കും? സൗകര്യപൂർവം നയതന്ത്ര മൗനം അവലംബിച്ചുകൊണ്ടല്ല മാർപ്പാപ്പ ഇറാഖിൽ പര്യടനം നടത്തിയത്.
ഞാൻ പറഞ്ഞത് സത്യമെങ്കിൽ എന്നെ തല്ലിയത് എന്തിനെന്ന് പറയുക എന്നാവശ്യപ്പെട്ട യേശുവിൻ്റെ മാതൃകയിൽ ഇറാഖി മണ്ണിൽ നിന്ന് മാർപ്പാപ്പ ISIS ഭീകരതയെ തള്ളിപ്പറഞ്ഞു. അവരുടെ നടപടികൾ തെറ്റും ക്രൂരവുമാണെന്ന് പ്രഖ്യാപിച്ചു. അവിടുത്തെ പ്രസിഡന്റ് ബർഹാം സാലിഹിനോടും അദ്ദേഹം പറഞ്ഞു, എല്ലാ വിശ്വാസ വിഭാഗങ്ങൾക്കും തുല്യ അവകാശം ഉറപ്പാക്കാൻ. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ ഇറാഖിൽ നിന്നുകൊണ്ട് മാർപ്പാപ്പ ഇത് പറഞ്ഞത് വെറുപ്പിനെയും വിദ്വേഷത്തെയും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലത്തിൽ നിർത്തിക്കൊണ്ടാണ്. പാപ്പ ആരെയും വെല്ലുവിളിക്കാനല്ല, ഹൃദയങ്ങളെ തൊടാനാണ് ശ്രമിച്ചത്. അത് ഉൾക്കൊണ്ട പീഡിതരായ സാധാരണ ഇറാഖി വിശ്വാസികളിൽ പ്രവർത്തിച്ച ദൈവാത്മാവ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? അവരുടെ ഹൃദയങ്ങളും മാർപ്പാപ്പയുടെ വാക്കുകളും ഇറാഖി മണ്ണിൽ യേശുവിൻ്റെ സമാധാനത്തിന് വിത്തുപാകി കഴിഞ്ഞു എന്നതിൻ്റെ അടയാളമല്ലേ? മാർപ്പാപ്പയുടെ സന്ദർശന ദിനമായ മാർച്ച് 6 ദേശീയ സഹിഷ്ണുതാ സഹവർത്തിത്വ ദിനമായി ഇറാഖ് പ്രഖ്യാപിച്ചത്. ഉന്നത ഷിയ നേതാവ് ആയത്തുള്ള അലി അൽ നിസ്താനിയുമായി മാർപ്പാപ്പ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ഇറാഖിൽ മാത്രമല്ല മുസ്ലിം ലോകത്തു തന്നെ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കനപ്പെട്ടിരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഇറാഖിലെ ക്രൈസ്തവരെയും 2000 വർഷം പഴക്കമുള്ള ആ ഭാഗ്യ വാഗ്ദാനത്തിന് ദൈവപുത്രരെന്ന വിളിക്ക് ഒരേ സമയം യോഗ്യരാക്കുകയായിരുന്നില്ലേ ചരിത്ര സൃഷ്ടാവായ ഈശോ മിശിഹ? വിശ്വാസികൾക്ക് വിസ്മയപൂർവം അങ്ങനെ കരുതാം. നിശ്ചയമായും രക്തസാക്ഷികളുടെ നിണം വീണ മണ്ണ് സമാധാനത്തിൻ്റെ ബീജം മുളപ്പിക്കുമെന്നത് ഉറപ്പാണല്ലോ. ഇപ്പോൾ കോൺഗ്രസിൽ പലർക്കും പ്രബോധോദയ കാലമാണ്. ഹൈക്കമാൻഡിൽ ജനാധിപത്യമില്ലെന്ന് പല നേതാക്കൾക്കും വെളിപാട് ലഭിച്ചത് ഈ ദിവസങ്ങളിൽ മാത്രം. ഇന്നലെ വരെ ഇതൊന്നും ആ പാർട്ടിയിലോ ഹൈക്കമാൻഡിലോ ഇല്ലായിരുന്നെന്ന മട്ടിൽ പലരും പാർട്ടി വിടുന്നു. ഇന്ദ്രപ്രസ്ഥം മുതൽ ഈ പ്രവണത കാണുന്നുണ്ട്. എന്തൊരാദർശം ഈ നേതാക്കൾക്കൊക്കെ പറയുന്നതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം മറ്റൊന്നാണ്. പ്രായമേറെയായാലും എത്ര കാലം കസേരയിലിരുന്ന് തഴമ്പിച്ചവരായാലും തങ്ങൾക്കിനിയും സ്ഥാനമാനങ്ങൾ വേണം. ഓരോ തെരഞ്ഞെടുപ്പിലും സീറ്റും വേണം. ഇല്ലാഞ്ഞാൽ അവഗണന. അത് സഹിക്കാൻ തങ്ങളെ കിട്ടുകയില്ല. ഇത്രയും കാലം ഇവരെയെല്ലാം നേതാക്കളും വമ്പന്മാരുമാക്കി ഒരുപാട് സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്തത് ഇതേ പാർട്ടിയാണ്. എല്ലാ വിഭാഗങ്ങളും ഇന്നും വാഴ്ത്തുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലുള്ള ചരിത്രത്തിൽ എന്നാണ് ഹൈക്കമാൻഡ് ഇങ്ങനെയൊക്കെയല്ലാതെ പ്രവർത്തിച്ചിരുന്നത്? സംശയിക്കാതെ പറയാവുന്ന കാര്യമൊന്നേയുള്ളൂ. ഹൈക്കമാൻഡ് എങ്ങനെയുള്ളതാണെന്ന തത്വപരിശോധനയും ആദർശ വിചാരവും ഒന്നല്ല അടുത്ത കാലത്ത് കോൺഗ്രസിനെ തള്ളിപ്പറയുന്നവരുടെ യഥാർത്ഥ പ്രശ്നം. അവസാനത്തെ മുടിയും നരച്ചാലും ശരി 30, 40, 50 അതിലേറെയുമാണ്ട് പാർട്ടി സമ്മാനിച്ച സൗഭാഗ്യ കസേരകളിൽ ഇരുന്നതിൻ്റെ തഴമ്പ് മറക്കും. ഇപ്പോൾ വല്ലതും കിട്ടാനുണ്ടോ എന്നത് മാത്രമാണ് അവരുടെ അന്വേഷണം. ഒരു വട്ടം വലുതായൊന്നും കിട്ടാനില്ലെന്ന് തോന്നിയാലുടൻ ഇത്രയും കാലം സ്വന്തമെന്ന് വിളിച്ച പാർട്ടിയെ തള്ളിപ്പറയുക. ഇക്കൂട്ടർക്ക് അതിലൊന്നും യാതൊരു വിഷമവുമില്ല. അവരുടെ നോട്ടത്തിൽ കോൺഗ്രസിനിപ്പോൾ എളിയ കാലമാണ്. വാദം കോച്ചുന്ന നാളുകളാണ്. നരേന്ദ്രമോദിയുടെയും BJPയുടെയും മുന്നേറ്റത്തിനെതിരെ കോൺഗ്രസ് പെട്ടെന്നൊന്നും പഴയ പ്രഭാവം വീണ്ടെടുക്കുന്നതിൻ്റെ ലക്ഷണം അവർ കാണുന്നില്ല. പഴയപടി പാർട്ടിയെ നയിക്കാൻ പോന്ന നേതാക്കളുമില്ല. എന്നാലും വേണ്ടില്ല, തങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടായാൽ മതിയായിരുന്നു. അതുമില്ലെന്ന് വന്നാലോ? അപ്പുറത്തുള്ള BJP ഇത്തരക്കാരെ മോഹിപ്പിക്കുന്നു. അപ്പോൾ പാർട്ടി വിടാൻ കാരണം വേണമല്ലോ. അതും തയ്യാർ. പാർട്ടിയിൽ ഗ്രൂപ്പുകളി മാത്രം. ഹൈക്കമാൻഡിൽ ജനാധിപത്യമില്ല. അർഹതയും പാരമ്പര്യവും അവഗണിക്കപ്പെടുന്നു എന്നിങ്ങനെ അവസരം കിട്ടാത്ത ഇളം നേതൃത്വ നിരയും അവർക്കൊപ്പം മനസ്സുറച്ച ചെറുപ്പക്കാരുടെ വിപുലമായ ഗണവും നിരാശപ്പെടുന്നത് അവർക്ക് പ്രശ്നമല്ല. അവർ അവഗണിക്കപ്പെടുന്നതും പ്രശ്നമല്ല. മോഹക്കെറിവ് തീർക്കാൻ BJP തൊട്ടരികെ ഉണ്ടല്ലോ. വേറെ ചിലർക്ക് പാർട്ടി വിട്ട്
കോൺഗ്രസിലെ വിരോധികളെ പാഠം പഠിപ്പിക്കണം എന്നതാണ് മുഖ്യ ലക്ഷ്യം. കോൺഗ്രസ് ക്ഷീണിക്കുന്നുവെന്ന് തോന്നുന്നവർക്ക് അതും എളുപ്പമാണല്ലോ. ഇത്ര നാളും ഹൈക്കമാൻഡ് അവർക്ക് മതിരിക്കുന്ന കാര്യമായിരുന്നു. പോറ്റിയ പാർട്ടിയെ ഇങ്ങനെ തള്ളിപ്പറയുന്നവരെ, കോൺഗ്രസിനെ ഇങ്ങനെ ക്ഷീണിപ്പിക്കുന്നവരെ ഇത്ര കാലം വിശ്വസിച്ചവരുടേത് ഭോഷത്വമായിരുന്നോ? ക്രൈസ്തവ സമുദായത്തിന് നീതി നിഷേധം സംഭവിക്കുന്നെന്ന കടുത്ത പരാതി കേരളത്തിൽ ഉയർന്നിട്ടുണ്ടെന്നത് ശരി. അതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്, അവരൊപ്പം കൂട്ടുന്നതിനാൽ കോൺഗ്രസും. പക്ഷെ രാജ്യത്തെ എക്കാലത്തെയും വലിയ മതനിരപേക്ഷ കക്ഷിയെ ഊതി വീർപ്പിച്ച വിദ്വേഷത്തോടെ എതിർക്കുന്നവർ ഒരു കാര്യം മറന്നു കളയേണ്ട, മറച്ചു പിടിക്കുകയും വേണ്ട. കേരളത്തിനു വെളിയിലെ ക്രൈസ്തവർ, വിശ്വാസികളായാലും മിഷണറിമാരായാലും പീഡിപ്പിക്കപ്പെട്ടത് കോൺഗ്രസിനാലോ അവർക്കൊപ്പമുള്ള കക്ഷികളാലോ അല്ല. ഒരു വിശേഷണം കോൺഗ്രസിന് ഇപ്പോൾ ഏറെ ചേരും: ആത്മഹത്യാ പ്രവണതയുള്ള കക്ഷി എന്ന വിശേഷണം. ഇത്രയേറെ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടും മുതിർന്ന പലരും പാർട്ടി വിട്ടുപോയിട്ടും ഗ്രൂപ്പുകൾക്ക് മാത്രമായി സർവ്വതും വീതിച്ചു കൊടുക്കുന്ന നാശന പ്രവണതയിൽ നിന്നും കരകയറാൻ കേരളത്തിലെ കോൺഗ്രസിനെങ്കിലും എന്തേ കഴിയാത്തത്? ഉത്തരമില്ലാത്ത സ്ഥിതിക്ക് വിശേഷണം മിക്കവാറും ശരിയെന്ന് ധരിക്കാനാകും ആളു കൂടുതൽ. ഇതൊരു കാട്ടുപന്നി കാര്യം. കേട്ടാൽ നിസ്സാരമെന്ന് തോന്നാം. കർഷകരെ ആക്രമിക്കുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി കണക്കാക്കണം. ഈ ആവശ്യം എത്രയോ കാലമായി കർഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അധികം പുറകോട്ട് പോകേണ്ട. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടത്തെ പത്രങ്ങൾ പരിശോധിച്ചാൽ ഈ പരാതിയും ആവശ്യവും എത്ര വട്ടം വാർത്താരൂപത്തിൽ വെളിച്ചം കണ്ടിട്ടുണ്ടെന്ന് കാണാം. ഇക്കാലം അത്രയും ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ സജീവമായിരുന്നു. ദേശീയ കക്ഷിയും ആഗോള കക്ഷിയും മാത്രമല്ല, കേരളത്തിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ട കക്ഷിയടക്കം നിരവധി കൂട്ടർ. പക്ഷേ കർഷകരുടെ ആവലാതി അവരൊന്നും ഗൗരവത്തിൽ കണക്കിലെടുത്തില്ല. കടുവയോ സിംഹമോ പോലെ വംശനാശ ഭീഷണി നേരിട്ട ജീവിയല്ല കാട്ടുപന്നി. അവ നന്നായി പെരുകുന്നുമുണ്ട്, കർഷകരെ കഠിനമായി വലയ്ക്കുന്നുമുണ്ട്. കൃഷിയിടങ്ങളും വിളകളും കുത്തിമറിക്കുകയും നശിപ്പിക്കുകയും മാത്രമല്ല ദ്രോഹം, കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ മനുഷ്യരെ ആക്രമിക്കുന്നു. പല കർഷകരും കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. കാട്ടുപന്നി കാട്ടിലായിരിക്കുവോളം കർഷകർക്ക് പരാതിയില്ല. പക്ഷേ കൃഷിയിടത്തിലിറങ്ങി വിളയ്ക്കും മനുഷ്യജീവനും ഭീഷണിയാകുന്നവയെ തുരത്താൻ അനുവദിക്കാത്ത നിയമമാണ് ഇക്കാലം അത്രയും നിലനിന്നത്. അതൊന്ന് തിരുത്താൻ ഭരണഘടനാ ഭേദഗതിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല താനും. നമ്മുടെ സർക്കാരുകളും MLA-മാരും കർഷകരെ സഹായിക്കാൻ താല്പര്യപ്പെട്ടിരുന്നെങ്കിൽ എന്നേ ഈ ദുരിതവും ഭീഷണിയും കർഷകരുടെ മേലിൽ നിന്ന് നീങ്ങിപ്പോകുമായിരുന്നു. എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിലല്ല. എന്നാൽ ദശകങ്ങളായി ആവശ്യമുയർന്നിട്ടും തങ്ങൾക്ക് ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നതിന് സംസ്ഥാന സർക്കാരുകൾക്ക് എന്ത് ന്യായമാണ് പറയാനുണ്ടാകുക? ഇപ്പോൾ തന്നെ വനത്തിൻ്റെ ജണ്ടയ്ക്ക് പുറത്തുള്ള അധിവാസ മേഖല സംരക്ഷിത പരിസ്ഥിതി പ്രദേശമാക്കുന്നത് ജനജീവിതത്തെ ദ്രോഹിക്കുമെന്ന് അറിയാത്തവരല്ല കേരളം ഭരിച്ചവരും ഭരിക്കുന്നവരും. ഇക്കാര്യം വേണ്ടുമണ്ണം അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താനും പരിഹാരം നേടിയെടുക്കാനും സംസ്ഥാനത്ത് എന്ത് നടപടിയുണ്ടായി? സംസ്ഥാന സർക്കാരോ ഉദ്യോഗസ്ഥരോ എന്തെങ്കിലും ചെയ്തോ? അതേക്കുറിച്ച് പ്രതിപക്ഷവും കർഷക സ്നേഹികളായ MLA-മാരും എന്തു ഗൃഹപാഠം ചെയ്തു? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മളെ ഭരിക്കുന്നവരെ കുറിച്ചും അവരെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധികളെ കുറിച്ചും ലജ്ജിക്കാനും പ്രതിഷേധിക്കാനും നമുക്ക് കുറേ വകയുണ്ടാകും. ഒന്നുകിൽ അവർക്ക് നാട്യങ്ങളല്ലാതെ കർഷകരോട് പ്രതിബദ്ധതയില്ല, അല്ലെങ്കിൽ നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥർ കുറിക്കുന്നതിനും പറയുന്നതിനും തുല്യം ചാർത്താനല്ലാതെ കാര്യം പഠിച്ചും ശ്രദ്ധിച്ചും പ്രവർത്തിക്കാനോ കുറ്റമറ്റ നിയമത്തിന് രൂപം നൽകാനോ അവർക്ക് കഴിവില്ല. കഴിവുണ്ടെങ്കിൽ പോലും താല്പര്യമോ അതിനായി പണിയെടുക്കാൻ മനസ്സോ ഇല്ല. എന്തിനു പറയണം നിരോധനം, തടയൽ എന്നീ 2 ഭരണമന്ത്രങ്ങൾ ഉയർത്തിപ്പിടിക്കാനല്ലാതെ നിയമനിർമ്മാണത്തിൽ
സർഗാത്മകത കാട്ടാൻ നമ്മുടെ ഭരണാധികാരികൾക്കോ നിയമസഭാ അംഗങ്ങൾക്കോ കഴിയാറുണ്ടോ? ഒരു ഉദാഹരണം പറയാം. വഴിയരികിൽ തണൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് പാവങ്ങൾക്ക് ജീവിതമാർഗം നൽകുന്ന പുളിമരങ്ങൾ തന്നെയാകട്ടെ എന്ന് ചിന്തിച്ചത് തമിഴ്നാട്ടിലെ ഒരു പഴയ നേതാവിൻ്റെ രാഷ്ട്രീയ സർഗാത്മകതയും ജനസ്നേഹവുമാണ്. കേരളത്തിലോ ചന്ദനക്കാടുകളെ സംരക്ഷിക്കാൻ എന്ന സങ്കല്പത്തിൽ ജനങ്ങൾ ചന്ദനം വളർത്തി വരുമാനം ഉണ്ടാക്കുന്നത് പാടെ വിലക്കി. ബുദ്ധി ആരുടേതായാലും ഓർമ്മിപ്പിക്കുന്നത് തുഗ്ലക്കിനെ തന്നെ. അങ്ങനെ വിലക്കുന്നതിന് പകരം ജനങ്ങൾക്ക് ചന്ദന കൃഷി അനുവദിച്ചിരുന്നെങ്കിൽ വനത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ അറിവോടെയും അല്ലാതെയും മോഷ്ടിക്കപ്പെട്ട ചന്ദന മരങ്ങളിൽ പകുതിയെങ്കിലും അവിടെ ഇപ്പോഴും കണ്ടേനെ. മയിൽ പോലെയുള്ള ജീവികളെ വന്യജീവി എന്ന പേരിൽ സംരക്ഷിക്കാൻ കൊണ്ടുവന്ന നിയമത്തിൻ്റെ പ്രധാന ഭാഗമാണ് ജനങ്ങൾ അവയെ വളർത്തരുതെന്ന നിരോധനം. ജനജീവിതത്തിന് ഭീഷണിയുണ്ടാക്കാത്ത ഇത്തരം ജീവികളെ വളർത്താൻ അനുവദിച്ചിരുന്നെങ്കിൽ അവയുടെ വംശം ഇന്ന് എത്രയോ വർദ്ധിച്ചേനെ. ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നവരുടെ ചിന്ത ഇവയെ വളർത്താൻ അനുവദിച്ചാൽ നാട്ടിൽ വളർത്തുന്നവയുടെ മറവിൽ കാട്ടിലുള്ളവ നശിപ്പിക്കപ്പെടും എന്നാണ്. അവരോട് പ്രായോഗികമായ ഒരു ചോദ്യമേ ഉള്ളൂ. എന്നിട്ട് അവർ സംരക്ഷിച്ചവ അതേപടി ഭദ്രമായിട്ടുണ്ടോ, അതോ വല്ലവരുടെയും കയ്യിലോ ഗോഡൗണുകളിലോ ചെന്നു പറ്റിയോ? ഓർത്താൽ വളരെ വിചിത്രവും പരിഹാസ്യവുമാണ് നമ്മുടെ വനം വന്യജീവി മൃഗസംരക്ഷണ നിയമങ്ങളിലെ ചില വ്യവസ്ഥകൾ. തെരുവ് നായ്ക്കൾ മനുഷ്യരെ കടിച്ചു കീറിയാൽ പോലും ഒന്നും തോന്നാത്തവർക്ക് നായ്ക്കളെ ആരെങ്കിലും പരിഹസിച്ചാൽ മതി വേദന തോന്നാൻ. കാട്ടുപന്നികൾ മനുഷ്യരെ കൊലപ്പെടുത്തിയാലും വേദനിക്കാത്ത നിയമവും നിയമപാലകരും. ഏതെങ്കിലും കാട്ടുപന്നി ആക്രമിക്കപ്പെട്ടാൽ നൊമ്പരപ്പെട്ട് അലറി എഴുന്നേൽക്കും. ഇത്തരം സംരക്ഷണ നിയമങ്ങളുടെ പേരിൽ ചിന്തയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടവർ തന്നെയാണ് കർഷകരുടെ ഒന്നാം നമ്പർ ശത്രുക്കൾ. സംസ്ഥാനത്തെ മുഖ്യ ഇടതു കക്ഷിയുടെ ഒരു പ്രവർത്തകനോ നേതാവോ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിക്കായി പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? കടുത്ത വാക്കുകളാണ്. എങ്കിലും പറയട്ടെ, അങ്ങനെയുള്ളവരെ ഭാഗങ്ങളാക്കി മാറ്റുന്ന യന്ത്രം സംസ്ഥാനത്ത് എവിടെയോ പ്രവർത്തിച്ചിരുന്നെന്നതാണ് പഴയ വിവരം. എന്നാൽ ഇപ്പോൾ കേരളം ഒരു അത്ഭുതം കാണുന്നു. സ്ഥാനാർത്ഥികളെ പാട്ടത്തിന് കൊടുക്കുന്ന ഏർപ്പാട് ആ കക്ഷി തുടങ്ങിയതുപോലെ. തലേ ദിവസം വരെ തങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ അംഗമായിരുന്ന വനിത വൈദഗ്ഞ പിറ്റേ ദിവസം പ്രത്യയശാസ്ത്രത്തിൻ്റെ വിപരീതാഗ്രത്തിൽ നിൽക്കുന്ന ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥി. അവർ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമല്ല, പഞ്ചായത്ത് ഉപാധ്യക്ഷ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അധ്യക്ഷ എന്നീ സ്ഥാനങ്ങളുണ്ട്. പഞ്ചായത്ത് അധ്യക്ഷ ആയിരുന്നിട്ടുമുണ്ട്. ഇങ്ങനെ നാടറിയുന്ന ഇടതുകക്ഷി അംഗം പാർട്ടി വിട്ടതാണെങ്കിൽ അത് പൊതുജനം കൂടി അറിയണമല്ലോ. ഒരു പുറത്താക്കൽ സ്വാഭാവികവുമാണ്. ബന്ധപ്പെട്ട കമ്മിറ്റി പുറത്താക്കൽ പ്രഖ്യാപിച്ചെന്ന വാർത്തയും ഉണ്ടായി. എന്നാൽ ജില്ലാ കമ്മിറ്റി പറയുന്നു പുറത്താക്കൽ അറിഞ്ഞിട്ടില്ലെന്ന്. അത് ചെയ്യേണ്ടത് പ്രാദേശിക കമ്മിറ്റിയല്ലെന്നും. ചുരുക്കത്തിൽ ആ ഇടതുകക്ഷി പുറത്താക്കൽ നടത്തിയിട്ടില്ല. നടത്തിയെന്ന് പറഞ്ഞവരെ തിരുത്തുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ച ഇത് പാട്ടത്തിനോ കടമായോ സ്ഥാനാർത്ഥിയെ കൊടുക്കുന്നതിനെ തുല്യം. ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലോ ആഗോള രാഷ്ട്രീയത്തിലോ ഇത്തരമൊരു അടവു നയം ആരെങ്കിലും സിദ്ധാന്തിച്ചിട്ടുണ്ടാകുമോ? തോന്നുന്നില്ല. തീർത്തു പറയാൻ മാത്രം അറിവ് നമുക്കില്ലാതാനും. എന്തായാലും വർഗസമര സിദ്ധാന്തം ജീവവായു പോലെ കാത്തു സൂക്ഷിക്കുന്ന ഉറച്ച ഇടതുകക്ഷിയുടെ അംഗം ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴേക്ക് വർഗസമരത്തിന് ബദലായി അധ്വാന വർഗ സിദ്ധാന്തം ചമച്ച പാർട്ടിയുടെ സ്ഥാനാർത്ഥി. ഇങ്ങനെയും വിസ്മയങ്ങൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ? സംശയം തീരുന്നില്ല. നമ്മളെ കൂടുതൽ വിസ്മയിപ്പിക്കുന്നത് ആ വനിതാ സ്ഥാനാർത്ഥിയുടെ പ്രത്യയശാസ്ത്രപരമായ റേഞ്ചാണ്. നാസ്തികമായ വൈരുദ്ധാത്മിക ഭൗതികവാദം മുതൽ ക്രൈസ്തവ ആസ്തിക്യവാദം വരെ രാഷ്ട്രീയ വിമർശനങ്ങൾ മാറ്റിവെച്ചാൽ ഈ റേഞ്ച് റോവറിംഗ് ആശ്ചര്യപ്പെടുത്തുന്ന കായിക അഭ്യാസം തന്നെ. ഒരു സംശയമുള്ളത് ഇതാണ്: സ്ഥാനാർത്ഥിയെ കടം കൊടുത്തതാണെങ്കിൽ തിരിച്ചെടുക്കലും സംഭവിക്കാമല്ലോ. എന്ന് എങ്ങനെ?
അതിന് ബ്ലേഡ് പലിശയുണ്ടാകുമോ? ഇന്ത്യയെ എന്നും വഞ്ചിച്ചിട്ടുള്ള ചൈനയെ പൂജിക്കുന്നവരുടെ കാര്യത്തിൽ പ്രവചനം ഭോഷത്വമാകുകയേയുള്ളൂ. കാണാത്തത് കാണാൻ, കേൾക്കാത്തത് കേൾക്കാൻ. വീണ്ടും അടുത്ത ആഴ്ച.